കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ ഓഗസ്റ്റ് മാസത്തിൽ പൂർണ്ണമായും സംസ്ഥാനത്ത് 3 തെരഞ്ഞെടുപ്പുകൾ SFI നേരിടുകയുണ്ടായി. ഒന്ന് സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പായിരുന്നു. മറ്റ് 2 ഉന്നത വിദ്യാഭ്യാസ മേഖലയിലാണ്. ഒന്ന് കണ്ണൂർ സർവകലാശാലയിലും മറ്റൊന്ന് MG സർവകലാശാലയിലുമാണ്. MG സർവകലാശാലയിൽ ഈ മാസം 21-നും കണ്ണൂർ സർവകലാശാലയിൽ ഈ മാസം 26-ന്, അതായത് ഇന്നലെയുമാണ് തെരഞ്ഞെടുപ്പുണ്ടായിരുന്നത്. ഞങ്ങൾ ആ ഘട്ടത്തിൽ സംസ്ഥാനത്ത് ഉയർത്തിയ ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉണ്ടായിരുന്നു. വിദ്യാർത്ഥി സംബന്ധിയായിട്ടുള്ള സർവകലാശാലയിലെ ചാൻസലർമാരുടെ ഇടപെടൽ, സംഘപരിവാർ വൽക്കരണത്തിനെതിരെയുള്ള സമരങ്ങൾ, അതിൻ്റെ തുടർച്ചയിലുണ്ടായ ഇടപെടലുകൾ, പിന്നീട് സംസ്ഥാനത്തെ MSF വർഗീയവാദ നിലപാട് ഉയർത്തിപ്പിടിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ആശയപരമായിട്ടുള്ള സമരം, അതിൻ്റെ വിമർശനങ്ങൾ, ആ വിമർശനങ്ങളൊക്കെയും ശരിവെക്കുന്ന തരത്തിലേക്കാണ് ഈ 3 തെരഞ്ഞെടുപ്പുകളിലും SFIയുടെ വിജയം ഉണ്ടായിട്ടുള്ളത്. ഒന്ന് സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പാണ്. ഈ വർഷത്തെ സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 89 സ്കൂളുകളിൽ 86-ലും, കൊല്ലത്ത് 120-ൽ 105-ഉം, പത്തനംതിട്ടയിൽ 36-ൽ 33-ഉം, ആലപ്പുഴയിൽ 44-ൽ 43-ഉം, കോട്ടയത്ത് ആകെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 8 സ്കൂളുകളിൽ 8-ലും, ഇടുക്കിയിൽ 25-ൽ 25-ഉം, എറണാകുളത്ത് 9-ൽ 9-ഉം, തൃശ്ശൂരിൽ 25-ൽ 23-ഉം, പാലക്കാട് 83-ൽ 74 സ്കൂളുകളിലും, മലപ്പുറത്ത് 9 സ്കൂളുകളിൽ 6-എണ്ണവും, കോഴിക്കോട് 59-ൽ 38-ഉം, വയനാട് 4-ൽ 3-ഉം, കണ്ണൂരിൽ 111-ൽ 93-ഉം, കാസർഗോഡ് 54-ൽ 43-ഉം എന്നുള്ളതാണ് നില. ഇതിലാകെ 675 സ്കൂളുകളിൽ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ 589 സ്കൂളുകളിൽ SFI വിജയിച്ചു. ഇവിടെ നിന്നാണ് ഞങ്ങൾ സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പൂർത്തീകരിച്ച ഘട്ടത്തിലാണ് ഞങ്ങൾ സുപ്രധാനമായൊരു വിമർശനം MSFനെതിരെ നടത്തിയത്. ഞങ്ങൾ ആ ഘട്ടത്തിലൊക്കെയും സംസ്ഥാനത്ത് വൻതോതിലുള്ള സംഘപരിവാർ വിരുദ്ധ സമരത്തിനും അതോടൊപ്പം തന്നെ ഗവർണറും ചാൻസലറും സംഘപരിവാർ നടത്തുന്ന ഇടപെടലുകളും അതിൻ്റെ സമരങ്ങളും തുടർച്ചയായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലാണ് ചെറിയ കുട്ടികളിൽ വൻതോതിലുള്ള വർഗീയവാദ ഇടപെടൽ, വർഗീയപരമായ വിഭജനം MSF നടത്തുന്നു എന്ന വിമർശനം ഞങ്ങൾ നടത്തിയത്. അതേ തുടർന്ന് വ്യക്തിപരമായ അധിക്ഷേപമാണ് MSFൻ്റെ സംസ്ഥാന നേതൃത്വം SFIക്കെതിരെ, SFIയുടെ ഭാരവാഹികൾക്കെതിരെ നടത്തിയിട്ടുള്ളത്. ഞങ്ങൾ അപ്പോഴും ആ നില കൈക്കൊണ്ടിട്ടില്ല. ഞങ്ങൾക്ക് അങ്ങനെ ഒരു നിലയില്ല. ആരെയെങ്കിലും വ്യക്തിപരമായി വിമർശിക്കുക എന്നുള്ളതല്ല ഞങ്ങളുടെ നിലപാട്. ഞങ്ങൾ അപ്പോഴും പറഞ്ഞത് മൗദൂദികളുടെ ജിഹ്വയായി, നാക്കായി നിങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. അതിന് ഞങ്ങൾ കണ്ട കാര്യം, ഞങ്ങളുടെ അനുഭവം എന്ന് പറയുന്നത് സ്കൂൾ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പായിരുന്നു. വിദ്യാർത്ഥികളെ ആ നിലയിൽ വൻതോതിലായി വിഭജിക്കപ്പെടാനുള്ള, പോളറൈസ് ചെയ്യാനുള്ള ഇടപെടലാണ് MSF നടത്തിയിരുന്നത്. അപ്പം അതിന്മേൽ വൻതോതിലുള്ള സംഘിച്ചാപ്പയും ആ നിലയിലുള്ള വിമർശനമൊക്കെ ഞങ്ങൾക്കെതിരെ നടത്തി. അടുത്ത ഘട്ടത്തിൽ ഞങ്ങൾ സംസ്ഥാനത്ത് ഈ പറഞ്ഞ 675-ൽ 589-ലും ഈ ഘട്ടത്തിലും ഞങ്ങൾ വിജയിക്കുന്ന നിലയുണ്ടായി. വിദ്യാർത്ഥികളെ വിഭജിക്കാൻ ഇവർ ശ്രമിക്കുമ്പോഴൊക്കെയും അതിനെ മറികടക്കാൻ മതനിരപേക്ഷ ചേരിയിൽ വളരെ സൗഹാർദ്ദപരമായിട്ടുള്ള അന്തരീക്ഷം അപകടകരമാക്കാൻ ശ്രമിക്കുന്ന MSFനെ സൗഹാർദ്ദപരമായിട്ടുള്ള മതനിരപേക്ഷ കാഴ്ചപ്പാടിലേക്ക് വിദ്യാർത്ഥികളെ എത്തിക്കുന്നത് വഴി MSFനെ ഉൾപ്പെടെ സ്കൂൾ പാർലമെൻറ്റിൽ നിന്ന് മാറ്റി നിർത്താൻ, ABVP ഉൾപ്പെടെയുള്ള സംഘടനകളെ, KSUവിനെ പൂർണ്ണമായും സ്കൂൾ പാർലമെൻറ്റിൽ നിന്ന് മാറ്റി നിർത്താൻ SFIക്ക് കഴിഞ്ഞു. 675 സ്കൂളുകളിൽ അതിൻ്റെ ഭാഗമായി 589-ലും SFI വിജയിച്ചു.